അതായത് രണ്ടുപേരും സീനിയർ താരങ്ങളൊക്കെ, അതായത് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സച്ചിൻ തെണ്ടുൽക്കർ, അങ്ങനെ സീനിയർ താരങ്ങളെയൊക്കെ കണ്ടോ? ഞാൻ എല്ലാവരും കണ്ടായിരുന്നു. ഞങ്ങൾ RCB കപ്പടിച്ചിട്ട് ഞങ്ങൾ അൺബോക്സ് ഇവൻറ്റിന് പോയായിരുന്നു. അപ്പോൾ അവിടെ വിരാട് കോഹ്ലി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത്. പിന്നെ എന്തെങ്കിലും സംസാരിച്ചോ കോഹ്ലി? സംസാരിച്ചു ഇങ്ങനെ. എന്താണ് പറഞ്ഞത്? ഞാനിങ്ങനെ കണ്ടപ്പോൾ തോന്നിയ ആ ഒരു ഫാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആ ഒരു മൊമെന്റ്. ഓഫ്കോഴ്സ് കിങ്ങിൻ്റെ ഫാനല്ലാത്ത ആരും ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വിരാട് കോഹ്ലി എന്താ പറയുക, വിരാട് കോഹ്ലിനെ പറയാൻ വാക്കുകളില്ല. ടെക്സ്റ്റ് ബുക്ക് ഒരു കവർ ഡ്രൈവ് വെക്കാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളൊന്നും ആരുമില്ല. അത്രയ്ക്ക് ഒരു വലിയൊരു പ്ലെയറാണ്. അപ്പോൾ ആളൊക്കെ വന്നിട്ട് വെരി വെൽ ബോൾഡ് ആശ എന്നെൻ്റെ പേര് പറഞ്ഞ ഞാനൊക്കെ ഷോക്ക്. ഞാൻ വിരാട് കോഹ്ലിക്ക് എൻ്റെ പേര് ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല. അതന്നെ വിരാട് കോഹ്ലിയൊക്കെ വന്നിട്ട് എൻ്റെ പേരറിയാമെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട്. അവിടെ ആണെങ്കിൽ രോഹിത് ശർമ്മ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സച്ചിൻ സാറിനെ കാണണം എന്നുള്ളത്. കാരണം ക്രിക്കറ്റ് തുടങ്ങിയതിൻ്റെ റീസൺ സച്ചിൻ സാറായിരുന്നു. കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് അത് പറ്റിയില്ല. ഫ്യൂച്ചറിൽ കാണുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് കാണാൻ ആകെ നിതാ മാമിനെ നിതാ അംബാനി കണ്ടിരുന്നു. അതും നിതാ മാമിനെ കാണുന്നത് തന്നെ TV-യിലും ഇതേപോലെ IPL കാണുമ്പോഴും ഫ്രാഞ്ചൈസീസിന് കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന അത്രയും വലിയൊരാളെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷം. ഒരു മനുഷ്യ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. നല്ല എന്താ പറയുക, നമ്മളെപ്പോലെ ഇപ്പം നമ്മളെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരെ സന്തോഷം, അതിന് വരെ സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു മാഡമാണ്. സോ അവരെയൊക്കെ കണ്ടതിൽ സന്തോഷം. ഭാവിയിൽ ഇതേപോലെ സച്ചിൻ സാറിനെ കാണുമെന്ന വിശ്വാസത്തിലാണ്.